ബൈബിളിലെ ദൈവം പുരുഷനാണ് എന്ന വാദത്തിന് ശേഷം നിരീശ്വരവാദിയായ ആ യുവാവ് ആ പെൺകുട്ടിയോട് പറഞ്ഞു, ബൈബിൾ സ്ത്രീകളെ രണ്ടാം തരമായാണ് കാണുന്നത്. ബൈബിൾ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതന്മാരിൽ ഒരു നല്ല ഭാഗവും ഭക്തി കച്ചവടത്തിലും പരസ്പര യുദ്ധത്തിലും തിരക്കുള്ളവരായതുകൊണ്ട് ഇത് തിരുത്താനൊന്നും അവർക്ക് സമയം കിട്ടില്ല എന്ന് ആ യുവാവിനറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ തലമുറയുടെ മനസ്സിലൊരു കരട് വീഴ്ത്തുക എളുപ്പമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു വനിതയായിരിക്കുന്ന ഈ കാലത്ത് പഴകിയ ബൈബിൾ വിശ്വസിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന ചോദ്യത്തിലാണ് ആ ഭാഗം ആ യുവാവ് അവസാനിപ്പിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ 2007 ആദ്യ വനിതാ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി 1966 സുപ്രീം കോടതി ആദ്യ വനിതാ ജഡ്ജ് ശ്രീമതി ഫാത്തിമ ബീവി 1989 ചീഫ് ജസ്റ്റിസായി 92 ചുമതലയേറ്റു. എൻ്റെ ധാരണയിൽ ഇന്ത്യൻ ആർമിക്ക് ഇതുവരെ ഒരു വനിതാ ചീഫ് ഉണ്ടായിട്ടില്ല. എന്നാൽ 2016 കോമ്പാറ്റ് റോഡുകളിൽ സ്ത്രീകൾക്ക് അനുവാദമുണ്ടായി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ചിത്രങ്ങളാണിവ. ബൈബിൾ ചരിത്രത്തിൽ ദെബോര എന്നൊരു സ്ത്രീയുണ്ട്. ഏതാണ്ട് BC 1200, അതായത് ഇന്നേക്ക് 3 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൻ്റെ സുപ്രീം കോടതി ജഡ്ജ് ദെബോരയായിരുന്നു. ആർമി ചീഫ് ദെബോരയായിരുന്നു. ഇസ്രായേൽ ഭരിച്ചിരുന്നത് ദെബോരയായിരുന്നു. അതിന് ദെബോരയെ അപ്പോയിന്റ് ചെയ്തത് ബൈബിൾ പറയുന്നു ദൈവമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ വിമോചനങ്ങളിലൊന്ന് ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത വിമോചിക്കപ്പെടുന്നതാണ്. അതിന് ദൈവം നിയോഗിച്ച 3 പ്രധാനികളിൽ ഒരാൾ മിരിയാം എന്ന സ്ത്രീയാണെന്ന് ബൈബിൾ ചരിത്രം. പഴയ നിയമ പുസ്തകത്താളുകളിൽ പുരുഷന്മാർ വഹിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും, രാജഭരണം, നീതിപാലനം, അധ്യാപനം, പ്രവചനം, എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്ത്രീകൾ വഹിച്ചിട്ടുണ്ട്. ലോക നീതി വ്യവസ്ഥയുടെ അടിസ്ഥാനമായി മാറിയ 10 കൽപ്പനകളിൽ ഒരെണ്ണം നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ്. ഇത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ്, ബൈബിളിൻ്റെ കാഴ്ചപ്പാടാണ്. ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ തുല്യരായി സൃഷ്ടിക്കുകയും 2 പേരുടെ മേലും തൻ്റെ സ്വരൂപം ഇമേജ് വയ്ക്കുകയും 2 പേരോടും ഭൂമിയെ വാഴാനായി ആവശ്യപ്പെടുകയും ചെയ്തതായി ബൈബിളിലെ ആദ്യ പുസ്തകം ആദ്യ അധ്യായം പറയുന്നു. ഒരു മനുഷ്യൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് അവൻ്റെ ഉയരം, നിറം, ജെൻഡർ, അറിവ്, കഴിവ്, സമ്പത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിലല്ല. എല്ലാ മനുഷ്യരുടെ മേലും ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരൂപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് തെരുവിൽ കിടക്കുന്ന ഒരു യാചകനും അബോർഷൻ ടേബിളിൽ കിടക്കുന്ന അമ്മയുടെ വയറ്റിലെ കുഞ്ഞും, ബൈഡനും അദാനിയും ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളുള്ള മനുഷ്യരും ഒരുപോലെ തുല്യരാകുന്നത്. Now compare that with a chimpanzee or a horse, or choose your favorite non-human animal if you like. Why should we think that this human who can have no experiences has more dignity than the chimpanzee or the horse or the dog who can respond in so many complex ways to. വളരെ പ്രമുഖനായ നിരീശ്വരവാദിയും മോറൽ ഫിലോസഫറും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ബയോ എത്തിക്സ് പ്രൊഫസറുമായ പീറ്റർ സിംഗർ ലോകത്തിലെല്ലായിടത്തും മനുഷ്യർ തുല്യരാണ് എന്ന മനുഷ്യാവകാശ നിയമത്തിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് കരുതുന്നു. സംവേദനക്ഷമത പരിശോധിച്ചാൽ വളരെ കടുത്ത ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ മനുഷ്യാവകാശം എടുത്തു കളയുകയും അവിടെ ചിമ്പാൻസികളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നു. അത്തരത്തിൽപ്പെട്ട കുട്ടികളെ മരണത്തിന് അനുവദിക്കുന്നത് ശരിയാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. പ്രത്യേകിച്ച് അത് മറ്റുള്ളവർക്ക് ഗുണകരമാകുമെങ്കിൽ. ആരാണ് മരിക്കേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുക? ഇതിൻ്റെ അടുത്ത പടി ശാരീരിക ദൗർബല്യങ്ങളുള്ളവരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിൻ്റെ ദയാവധമാണെന്നാണ് എൻ്റെ വിചാരം. 21-ാം നൂറ്റാണ്ടിലെ നിരീശ്വരവാദത്തിൻ്റെ ഒരു വിചാരധാരയാണ് പീറ്റർ സിംഗറിൻ്റെ വാക്കുകളിൽ ഞാൻ കാണുന്നത്. എന്നാൽ 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അംഗവൈകല്യം ബാധിച്ച ഏത് കുട്ടിയെയും കൊന്നൊടുക്കാമെന്ന് റോമൻ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നപ്പോൾ ആദ്യകാല ക്രിസ്തു ശിഷ്യന്മാർ ആ കുട്ടികളെ കൊലക്കത്തികളിൽ നിന്ന് മോചിപ്പിച്ചു. ആദ്യത്തെ പെൺകുട്ടി ഒഴികെ ശേഷിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും ജീവൻ എടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ രക്ഷിച്ച് സ്വന്തം വീടുകളിൽ സംരക്ഷിച്ചു. ഒരു കുഞ്ഞിൻ്റെയോ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ട്രാൻസ്ജെൻഡറിൻ്റെയോ മൂല്യം നിശ്ചയിക്കുന്നത് സ്വന്തം ശരീരത്തെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ ഇന്നും അറിഞ്ഞുകൂടാത്ത മറ്റൊരു മനുഷ്യനല്ല, ശാസ്ത്രജ്ഞന്മാരല്ല, ഗവൺമെൻ്റ് അല്ല. ഓരോ കുഞ്ഞിലും ഓരോ മനുഷ്യനിലും സ്വന്തം രൂപം ആലേഖനം ചെയ്ത ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ഇമേജ് നൽകപ്പെട്ടവളായി സൃഷ്ടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ അപമാനിക്കുന്നത്
ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഏറ്റവും പ്രസിദ്ധരായ അക്കാദമിക നിരീശ്വരവാദികളിൽ ഒരാളും ഒരു സോഷ്യൽ തിയറിസ്റ്റുമായ ജർഗൻ ഹാബർമാസ് പറയുന്നു, The universalistic egalitarianism from which sprang the ideals of freedom, a collective life in solidarity, the autonomous conduct of life and emancipation, individual morality of conscience, human rights and democracy is the direct legacy of the Judaic ethic of justice and the Christian ethic of love. സ്വാതന്ത്ര്യം, ഒരുമിച്ചുള്ള സാമൂഹിക ജീവിതം, സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം നയിക്കാനുള്ള അവകാശം, ശരിതെറ്റുകളെക്കുറിച്ചുള്ള മനസാക്ഷി നൽകുന്ന ബോധം, ജനാധിപത്യം, മനുഷ്യാവകാശം, ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന് നൽകുന്ന യൂണിവേഴ്സലിസ്റ്റിക് ഇഗാലിറ്റേറിയനിസം ലോക ജനതയ്ക്ക് സമ്മാനിച്ചത് ഒരു നിരീശ്വരവാദിയായ ഹാബർമാസിൻ്റെ അഭിപ്രായത്തിൽ നിരീശ്വരവാദമല്ല, യഹൂദ നീതിബോധവും ക്രൈസ്തവ സ്നേഹവുമാണ്. യൂണിവേഴ്സലിസ്റ്റിക് ഇഗാലിറ്റേറിയനിസം എന്നത് ലോകത്തിലെല്ലായിടത്തും എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാ അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും അവർക്ക് അധികാരമുണ്ടെന്നും ഉള്ള ധാരണയാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഇന്ന് ഈ ദിവസം വരെ ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്ന് കണ്ടെത്തിയിട്ടില്ല. ലോകരാജ്യങ്ങളുടെ അതിർവരമ്പുകളില്ലാതെയായി പുതിയ വെല്ലുവിളികൾ ഉയരുന്ന ഈ കാലത്തും ഇതിൽ നിന്നാണ് നമ്മൾ ആശയങ്ങൾ സ്വീകരിക്കുന്നത്. അതല്ലാതെയുള്ള ചർച്ചകൾ അലസമായ ഉത്തരാധുനിക വർത്തമാനം മാത്രമാണ്. Shalom Aleichem, Malachei Shalom, Malachei